സർ, നാളെ CPM പാർട്ടി കോൺഗ്രസ് തുടങ്ങുകയാണ് മധുരയിൽ. നമ്മുടെ തൊട്ടയൽപക്കത്താണ്. ആരായിരിക്കും ഇപ്പോൾ? വാസ്തവത്തിൽ യെച്ചൂരി മരിച്ചതിന് ശേഷം അവർക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ഇല്ല. താൽക്കാലികമായിട്ട് ആ ചുമതല പ്രകാശ് കാരാട്ടിന് ഒരു കോർഡിനേറ്റർ എന്നുള്ള പദവി കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. അത് കേരളത്തിൽ നിന്ന് ഒരാൾ വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ആരാണ് സാർ ആ നിർഭാഗ്യവാൻ എന്ന് ചോദിക്കേണ്ടതാണ്, പക്ഷെ ഭാഗ്യവാൻ എന്ന് ചോദിക്കുന്നു. അതിനു മുമ്പ് പറയട്ടെ, ഈ പാർട്ടി സെക്രട്ടറി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ടില്ല. പക്ഷേ എല്ലാം ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ തീർച്ചപ്പെടുത്തും ആരാകണം എന്നുള്ളത്. ഇപ്പം AKG സെൻറ്ററിലെ, അതായത് ഡൽഹി AKG ഭവനിലെ അവിടുത്തെ ഒരു പിയൂണിനെ പിന്നെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് പിണറായി വിചാരിച്ചാൽ അത് പറഞ്ഞാൽ അത് നടക്കും. കാരണം CPMൻ്റെ ആകെയുള്ള ഏക ഇടം എന്ന് പറയുന്നത് കേരളമാണ്. ഒരു പച്ചത്തുരുത്തായി നിൽക്കുന്നതാണ്. അപ്പോൾ മൂന്നാം വട്ടവും ഭരണം പിടിക്കണം എന്ന് താല്പര്യമുണ്ട്. താല്പര്യമല്ല, ഒരു അതിയായ ആഗ്രഹവും അത്യാവശ്യവുമാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ തീരും. അടുത്ത തവണ 26-ൽ CPMൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോയാൽ പിന്നെ കേരളത്തിൽ CPMന് ഗതിയില്ല എന്നുള്ളതാണ്. CPMന് മാത്രമാണോ സാർ? CPMനോട് നിൽക്കുന്ന പറയുന്ന കാരണഭൂതനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അത് വലിയ വെല്ലുവിളിയായി മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആണോ? അത് അവർക്ക് വലിയ അടിയുണ്ടാക്കുമെന്നുള്ളതാണ്. അവിടെ ആ സ്പേസിലായിരിക്കും പിന്നീട് അങ്ങോട്ട് BJP കയറി വരാൻ പോകുന്നത്. അത് CPM തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. പാർട്ടിയുടെ പാളിച്ചയിലാണ് BJP വളർന്നു എന്നാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട് തന്നെ. പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം ഒട്ടും ശക്തമല്ല. അതുകൊണ്ടുകൂടിയാണ് BJPക്ക് അത്രത്തോളം സ്പേസിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ മൂന്നാം വട്ടം BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ് അവരുടെ വലിയ മുദ്രാവാക്യം. അത് ഓരോ സംസ്ഥാനങ്ങളിലും തീർത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസും വലിയ നോട്ടമിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പാണക്കാട് വന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പോയില്ലേ? അതൊക്കെ എന്താ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് കേരളമാണ്. ഈ അഖിലേന്ത്യാ നേതാക്കന്മാർക്കെല്ലാം പിന്നെ കഞ്ഞിയും പയറും കുടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം. CPMൻ്റെ ഏക ഗതി എന്താണ്? ഇവിടെ നിന്ന് കിട്ടണം. ഇവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു? പിണറായിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. പിണറായിയുടെ കാൽ കീഴിലാണ്. നമുക്കറിയാം, 25 വർഷമാകുന്നു പിണറായി CPMനെ മുഴുവൻ തൻ്റെ കാൽ ചുവട്ടിലേക്ക് എത്തിച്ചിട്ട്. 15 വർഷം പാർട്ടി സെക്രട്ടറി, 10 വർഷമാകാൻ പോകുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. സാധാരണഗതിയിൽ മുൻകാലങ്ങളിലെ CPMൻ്റെ മുഖ്യമന്ത്രിമാരുടെ സ്ഥിതിയൊക്കെ ആലോചിച്ച് നോക്ക്. EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലും AKG സെൻറ്ററിൽ നിന്ന്, അതായത് പാർട്ടി സെക്രട്ടറി കൊടുത്തുവിടും ഫയലുകൾ, അവിടെയാണ് ഒപ്പിടുന്നത്. അതിനകത്ത് മാർക്ക് ചെയ്തേക്കും ഒപ്പിടേണ്ട സ്ഥലം. അവിടെ ഒപ്പിട്ടാൽ മാത്രം മതി നായനാർക്ക്. നായനാർ തന്നെ പറയും, എടോ അതൊക്കെ പാർട്ടി സെക്രട്ടറിയാണ് തീർച്ചപ്പെടുത്തുന്നത്, പാർട്ടിയാണ് തീർച്ചപ്പെടുത്തുന്നതെന്ന്. അങ്ങനെയാണ് CPMൻ്റെ രീതി. അതെ, VS അച്യുതാനന്ദൻ ഇരുന്നപ്പോൾ ഇവർക്കറിയാം VS തൻ്റെതായ രീതിയിൽ പോകുമെന്ന്. VSൻ്റെ ഇടവും മലവും ആരെ കൊണ്ടിരുത്തി? പിണറായിയുടെ ആൾക്കാരെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്തത്. VSൻ്റെ കൈയും കാലും കെട്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തുകയാണ് ചെയ്തത്. ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? പിണറായി ആയിരുന്നു. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയി പിണറായി വളരെ പതുക്കെയല്ലേ ഇങ്ങനെ പിന്നെ VS പക്ഷത്തെ മുഴുവൻ അടക്കി പിന്നെ വിഴുങ്ങി വന്നത്. അതെ, അങ്ങനെ അധികാരം അങ്ങനെ ക്രമേണ ജില്ലകളും കൃത്യമായി പിടിച്ച് താഴെത്തട്ടിലേക്ക് ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി വരെ തൻ്റെ വരുതിയിലാക്കി അങ്ങനെ വളർന്ന് സമ്പൂർണമായിട്ടും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് പറ്റി? എല്ലാം തൻ്റെതായ രീതിയിൽ കൊണ്ടുവന്നില്ലേ? 2021 സ്ഥിതി
രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ കേരളം കൃത്യമായി, ഇതിനകത്തൊന്നും വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒന്നും അഭിപ്രായമൊന്നും ആർക്കും വേണ്ട, ഏത് സാധാരണ ജനത്തിനും മനസ്സിലാക്കാവുന്ന അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം പച്ചയായിട്ട് വെളിപ്പെടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടും അതാണ് ഞാൻ ചോദിച്ചത്. ചോദ്യത്തിൽ തന്നെ ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആ നിർഭാഗ്യവാൻ ആരാണ് എന്ന് ചോദിക്കാൻ എം.എ. ബേബിയെ ആ തലത്തിലേക്ക് കൊണ്ടുവരുമോ? എം.എ. ബേബിയുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞില്ല. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടില്ലേ? പരിഗണിക്കപ്പെടും. പക്ഷേ പിണറായിയുടെ ആധിപത്യവും ഭരണവും പിണറായിയുടെ വാക്കും വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ തന്നെ പിണറായിക്ക് തന്നെ വീണ്ടും പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ പിണറായിയുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പിണറായിയുടെ അഭിപ്രായമാണ് മുഖവിലേക്ക് എടുത്തിരിക്കും. അത് മുഖവിലേക്കെന്നല്ല, അത് അംഗീകരിക്കും. ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കേ, പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ എന്താ പിണറായിയെ കയറി ഭരിക്കുന്നുണ്ടോ? പിണറായി എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അദ്ദേഹം പറയുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ ഭാസ്കര പട്ടേലരും അത് സക്കറയുടെ കഥയാണ്. അതിനകത്ത് ഗോപകുമാറാണ് ചെയ്ത ആ കഥാപാത്രം. പഞ്ചപുച്ഛ വടക്കി നിൽക്കുകയല്ലേ, അതിലും നട്ടല് വളച്ചാണ് എം.വി. ഗോവിന്ദൻ പിണറായിയുടെ ചുവട്ടിൽ നിൽക്കുന്നത്. സാർ, ഇപ്പോൾ എന്തായാലും കേരളത്തിൽ മാത്രമാണ് ആകെ ഒരു പച്ചപ്പുള്ളത്. ഈ കനലൊരു തരി എന്നൊക്കെ പറയുന്നത് പോലെ കേരളം മാത്രമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ അനക്കമുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്നൊരു മലയാളിയായ ഒരു ആള് അഖിലേന്ത്യാ സെക്രട്ടറി ആകാം, EMSന് ശേഷം ആകാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഇന്നിപ്പോൾ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ നമുക്ക് ഉണ്ടല്ലോ. ഈ ഇദ്ദേഹം എം.എ. ബേബിയെ കൂടാതെ വിജയരാഘവനുണ്ട്. അപ്പോൾ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാള് വരാനല്ലേ സാധ്യത? എം.എ. ബേബിയെ പിണറായി വാഴിക്കും എന്ന് പ്രശാന്തിന് തോന്നുന്നുണ്ടോ? 2014 കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തി, കുരുതി കൊടുത്തു. നിർത്തിയതല്ല സാർ, കുരുതി കൊടുത്തു. അതെ, കുരുതി കൊടുത്തു. അതും പോരാഞ്ഞിട്ട് അവിടെ പോയി NK പ്രേമചന്ദ്രനെ പരനാറിന്ന് വിളിച്ചത് എന്തിനു വേണ്ടിയാ വിളിച്ചത്? അത് ഇദ്ദേഹത്തെ കുരുതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് പിന്നെ 2019 പോയി അവിടെ ചെന്ന്, അന്ന് ബാലഗോപാല മത്സരിക്കുന്നത്, പരനാറി എന്നും പരനാറി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ബേബിയെ ഒതുക്കുക എന്നുള്ളതാണ്. ബേബിയെ യഥാർത്ഥത്തിൽ ഒതുക്കണം, അതാണ് വേണ്ടത്. ബേബി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ പറയുന്നത്? ഇയാളുടെ വലിയൊരു താത്വിക അവലോകനമുണ്ടല്ലോ. കോവിഡ് കാലത്ത് നടത്തിയ പ്രസംഗം വളരെ ലളിതമായിട്ട് പറയാം. കുമാരപിള്ള സാറാണ്. കുമാരപിള്ള സാറിനെ നമ്മൾ അനുസരിച്ചാൽ മതി, ചോദ്യം ചോദിക്കണം. അദ്ദേഹം പാർട്ടിയുടെ ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. എം.എ. ബേബിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കോവിഡ് കാലത്ത് കോവിഡ് ഭയന്നു പോയത് എം.എ. ബേബിയുടെ ഒരു വലിയൊരു, അതെ, കോവിഡിനേക്കാൾ വലിയ അടിയായി പോയി. മലയാളി ആഴ്ചകളും മാസങ്ങളും ആലോചിച്ച് ഇതെന്താ ഈ പറയണതെന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തകർത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. സ്വയം രണ്ടാം മുണ്ടശ്ശേരി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ വലിയ സാംസ്കാരിക നായകനായിട്ടാണ് നടക്കുന്നത് കേട്ടോ. കേരളത്തിൻ്റെ സാംസ്കാരികം മുഴുവൻ താൻ കൊണ്ടു കിടക്കുന്ന സഞ്ചിക്കകത്ത് ടെൻഡർ എടുത്തിരിക്കുകയാണെന്നാണ് അയാളുടെ ഭാവം. ഒരു അഹങ്കാരം മത്തുപിടിച്ച് നിൽക്കുന്നതാണ്. ഇനി പാർട്ടി സെക്രട്ടറി കൂടിയായി കഴിഞ്ഞാൽ നമുക്കതിനെ പറ്റി പറയാൻ കഴിയുമോ? പക്ഷെ പിണറായി വാഴിക്കില്ല. അല്ല, അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയാൽ പോലും കടിഞ്ഞാൻ പിണറായിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. വാഴിക്കില്ലല്ലോ. വാഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ദിവസം തന്നെ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഇത് അവസാന നിമിഷത്തിൽ വീണ്ടും പ്രകാശ് കാരാട്ട് തന്നെ വരുമോ? പ്രകാശ് കാരാട്ടിലേക്ക് സാധ്യത. പ്രകാശ് കാരാട്ടാണെങ്കിലും പിണറായിയുടേതായ ചൊൽപ്പടിയിലൊക്കെ നിന്ന് പോകും. ഇതിപ്പോൾ ആരായാലും കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ പറയുന്ന അനുസരിച്ചായിരിക്കും പാർട്ടി സെക്രട്ടറി ഒക്കെ പോകാൻ പോകുന്നത്. കാരണം കേരളത്തിലെ ഭരണം മാത്രം നിൽക്കുന്നു. ഇനി 3ാം വട്ടം കൂടി അധികാരത്തിൽ വന്നാൽ പിണറായിയുടെ ആ പിടി വളരെ ഒന്നുകൂടെ മുറുകുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയെ മുഴുവൻ തൻ്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഭരിച്ചു പോകുന്ന പിണറായിക്ക് ദേശീയ സെക്രട്ടറിയെയും ദേശീയ തലത്തിൽ എത്രയാണ് കിട്ടിയിരിക്കുന്ന വോട്ട്,
ശതമാനം മാത്രമാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലത്തും ജയിച്ചത് കോൺഗ്രസിന്റെ ദയാവായ്പിലാണ്. അതെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു കാലത്ത് ഈ ഇടതുപക്ഷം UPA സർക്കാരിൽ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു എന്നുള്ളതാണ്. അന്ന് ആ 64 സീറ്റുകൾ എടുത്ത് വിജയിച്ച് UPAക്ക് കൊടുത്ത പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ അവരന്ന് പറഞ്ഞത് തന്നെ എന്താണ്? വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്നാണ് പറഞ്ഞത്. അതായത് BJPയെ മാറ്റി നിർത്താൻ എന്നുള്ള ലേബലിലാണ് UPAക്ക് പിന്തുണ കൊടുത്തത്. പക്ഷെ കൊടുത്ത് എന്ത് പറ്റി? 2009 ആയപ്പോൾ ഉപ്പുവച്ച കലം പോലെയായി. ഏതായാലും ഈ പാർട്ടി സമ്മേളനത്തിനകത്ത് ഈ ഫാസിസം എന്നുള്ള രീതിയിൽ മോദിയെ നേരിടാൻ തയ്യാറാകത്തില്ല. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പാർട്ടിയുടെ നയത്തിൽ ഒരുപാട് മാറ്റം വരും. പാർട്ടി പിന്നെ കമ്മ്യൂണിസം ഒക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയോ കാലമായി എന്നാണ് ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മധുര ചുവക്കുമോ? മധുരയിൽ എന്ത് സംഭവിക്കും? ഈ പാർട്ടി കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഉത്സവമാണ് പാർട്ടിക്കാരെ സംബന്ധിച്ച്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പാർട്ടി കോൺഗ്രസ് ഉദ്ദേശിച്ചാണോ അതോ മധുര മീനാക്ഷി ദർശനത്തിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമുക്ക് നാളെ തൊട്ട് കാണാൻ സാധിക്കുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.